പീപ്പിൾ ചിന്തിക്കുന്നത് യൂട്യൂബ് തുടങ്ങാൻ DSLR ക്യാമറ വേണം, മൈക്ക് സെറ്റപ്പ് വേണം. പക്ഷെ നിങ്ങൾക്ക് ട്രൂത്ത് എന്താണെന്ന് അറിയാവോ? അതാണ് ഞാൻ ഇന്ന് ലിറ്ററലി നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ എന്തൊക്കെ വേണം, എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബ് തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടത്, വലിയ എന്തൊക്കെ കാര്യങ്ങൾ മതി നമുക്ക് യൂട്യൂബ് ഈ വർഷം നമുക്ക് തുടങ്ങാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. എല്ലാവരും ഭയങ്കര രീതിയിലൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. കുറേ വേണം, എക്സ്പെൻസീവായ സാധനങ്ങൾ വേണം, എന്നാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വ്യൂ കിട്ടുള്ളൂ, കാര്യങ്ങൾ കിട്ടുള്ളൂ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്തൊക്കെയാണ് വേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കിത് അറിയാൻ പറ്റില്ല. ഞാൻ എല്ലാ പോയിൻറ്റും വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മെയിനായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പോഴാണ് തുടങ്ങിയത്. 2 മാസമായി ഞാൻ തുടങ്ങിയിട്ട്. അതിൻ്റേതായ രീതിയിൽ ഉള്ള ഗ്രോത്ത് നമ്മൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും എപ്പോഴായാലും കിട്ടും. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മുന്നിലെടുത്ത് പോകണം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഫോണാണ്. നമുക്ക് എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് വെച്ച് നമ്മളങ്ങ് തുടങ്ങുക, അത്രേ ഉള്ളൂ. എത്ര പേരുണ്ട് പാവം നിന്ന് തുടങ്ങി വലിയ ആളാവും. അതേപോലെ നിങ്ങൾ ഒരു ഫോൺ മാത്രം മതി. ഏത് ഫോണാണ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ക്ലാരിറ്റി ഉണ്ട്, ഐഫോൺ വേണോ, ആ ഫോൺ വേണോ, ഈ ഫോൺ വേണോ, വലിയ കൂടിയ വേണോ, എന്നാൽ മാത്രമേ നമുക്ക് റീച്ച് കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് നിങ്ങൾ സാറ്റിസ്ഫൈ ആയി നിങ്ങൾ അത് വെച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഒരു 1080p വീഡിയോ ക്ലാരിറ്റിയൊക്കെ മതി, റെസൊല്യൂഷൻ അത്രയൊക്കെ ഇട്ടാൽ മാത്രം മതി. ഫ്രണ്ട് പോലെ ക്യാമറ മാത്രം യൂസ് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ ചില സമയത്ത് എടുക്കുന്ന ഫ്രണ്ട് ക്യാമറയിലാണ്, ബാക്ക് ക്യാമറയിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടുള്ള ക്ലാരിറ്റിയിൽ നമുക്കത് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പം ഇനിയിപ്പം ആളുകൾ ക്വാളിറ്റി നോക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള വാല്യൂ ആണ് നോക്കുന്നത്. എന്താണ് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ലോ ക്വാളിറ്റി ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആണെങ്കിൽ എന്തായാലും ആൾക്കാർ കാണും. അപ്പം അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഒന്നാമത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫോണാണ്. രണ്ടാമത് ഓഡിയോ ആണ്. ഇത് ആർക്കും അതിലാരും അങ്ങനെ നോക്കാറില്ല, പക്ഷെ ഓഡിയോ എല്ലാവരും നോക്കണം. ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ വീഡിയോ ഫെയിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വയറ്റ് റൂം ഇതിനായിട്ട് ചൂസ് ചെയ്യാം, ആളും ഒന്നുമില്ലാതെ നിങ്ങൾ മാത്രമേ സംസാരിക്കാൻ വേണ്ടി. പിന്നെ ഒരു ശബ്ദമോ കാര്യങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ വരാതിരിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ചിന്തയാണ് മൈക്ക് ഉണ്ടെങ്കിലേ ഇത് സെറ്റാവും. മൈക്കൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പയ്യെ ആയാലും നമ്മൾ വാങ്ങും. പക്ഷേ ഇപ്പോഴേ നമ്മൾ തുടങ്ങുമ്പോൾ മൈക്ക് വേണം, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. മൈക്ക് പയ്യെ ആയാലും മതി, മൈക്കിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നോർമൽ മതി. ഇപ്പം വീഡിയോ 480p ആണെങ്കിലും നല്ല രീതിയിൽ ആളുകൾ കാണും. പക്ഷേ ഓഡിയോ ബാഡ് ആണെങ്കിൽ ആൾക്കാർ കാണൂല. നമുക്ക് ഓഡിയോ നല്ല രീതിയിൽ അവർക്ക് കണക്റ്റ് ആവണം, കിട്ടണം. അതാണ് നിങ്ങൾ നോക്കാൻ മെയിനായിട്ട്. രണ്ടാമത് അപ്പം മെയിനായിട്ട് ഓഡിയോ ആണ്. ഇനി മൂന്നാമത് ഞാൻ നോക്കുന്നത് ലൈറ്റിംഗ് ആണ്. ഇതാണ് മെയിൻ നിങ്ങൾ നോക്കിയിരിക്കുക. വേണ്ടത് നാച്ചുറൽ ലൈറ്റാണ്. അതാണ് ബെസ്റ്റ് തിങ് ഇതിൽ പറയാനുള്ളത്. ബെസ്റ്റ് ലൈറ്റാണ് വേണ്ടത് നമുക്ക്. നമ്മൾ മെയിൻലി നൈറ്റ് ഷൂട്ട്, എന്തെങ്കിലും ലൈറ്റ് നമുക്ക് നല്ലൊരു ലൈറ്റ് വേണം. നമ്മളതൊന്ന് തെളിഞ്ഞ് കാണാനും വെക്കാനും. പിന്നെ പ്രൊഫഷണലായിട്ട് ഫീലാവും. ലൈറ്റ് ശരിയായ നല്ല രീതിയിൽ പ്രൊഫഷണൽ വീഡിയോ ആയിട്ട് ഫീലാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നിങ്ങളെ ഓരോരുത്തരെ ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് അങ്ങനെ ആക്കാം, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എടുത്ത് കാണും, നിങ്ങൾ അതിൻ്റെ രീതിയുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തത്. നാലാമത്തെ കാര്യം എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറയുമ്പം നമുക്ക് CapCut ഉപയോഗിക്കാം, VN ഉപയോഗിക്കാം, അങ്ങനത്തെയൊക്കെ നോർമൽ ആപ്പൊക്കെ മതി. സബ്ടൈല്, സൂം, അങ്ങനത്തെ എഫക്ട്സ്, ഓവർ എഫക്ട്സ് ഒന്നും കുറേയൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. ക്ലാരിറ്റി മാത്രം മതി വീഡിയോയിൽ. അതാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ. അതാണ് ഒരു എഡിറ്റിംഗ്. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ അഞ്ചാമത്തത് നിങ്ങൾ നോക്കേണ്ടത് നിശയാണ്. അതിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു ഇത് വേണം. ഇപ്പം നിങ്ങൾ ആ വീഡിയോ ആണ് ചെയ്യണമെങ്കിൽ അത് വേണം, വ്ളോഗാണ് ചെയ്യണമെങ്കിൽ അത് വേണം, ഇതാണ് വേണമെങ്കിൽ അത് വേണം, മിക്സാണ് ചെയ്യണമെങ്കിൽ അത് വേണം. എല്ലാത്തിലും ഒരു ഇത് വേണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല കണ്ടന്റ് ഐഡിയ ഉണ്ടെങ്കിൽ
വീഡിയോ പെട്ടെന്ന് വൈറലാവും. ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ നോക്കി നിങ്ങളിട്ടാൽ അത് നല്ലൊരു വൈറൽ പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടൻ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അറിയണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കണ്ടൻറ് ഇട്ടാൽ മാക്സിമം നല്ലതായിരിക്കും. ടോപ്പിക്ക് നല്ല ഫ്ലോപ്പാണെങ്കിൽ വീഡിയോ അധികം ആൾക്കാർ നോക്കൂല, അതെന്തായാലും ഫെയിലാവും. പിന്നെ അത് റീച്ച് കിട്ടാനും നമ്മളെ ബാധിക്കും. അതാണ്. പിന്നെ പറയാനുള്ളത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എല്ലാത്തിലും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കൂ. അതെപ്പോഴും വീക്കിലൊരു 3 വീഡിയോ എങ്കിലും നിങ്ങൾ ഇടണം. ഷോർട്സ് അതവിടെ ഇരിക്കട്ടെ, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. ഷോർട്സിൽ വലിയ കാര്യമില്ല, നമുക്ക് വാച്ച് അവർ കിട്ടൂല. അപ്പം എന്തായാലും വീക്കിലൊരു 3 വീഡിയോ. ആദ്യത്തെ 10 വീഡിയോ നമുക്കത് ലേണിംഗ് ഫേസാണ്. പിന്നെ 20 വീഡിയോ ഇടുമ്പോൾ ഭയങ്കര രീതിയിൽ ഗ്രോത്ത് വരാൻ തുടങ്ങും. അങ്ങനെയൊക്കെ കൊണ്ട് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്കത് വലിയ വാല്യൂ ഒന്നുമില്ല, നമുക്കത് റീച്ചൊക്കെ കുറയും. അതാണ് ഭയങ്കര പാടായിരിക്കും പിന്നെ കിട്ടാൻ. പിന്നെ നമുക്ക് ഒരു കാര്യം വേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് എന്ന് പറയുമ്പം നല്ല ഗ്രോത്ത് ലഭിക്കണമെങ്കിൽ പേഷ്യൻസ് തന്നെ വേണം. ഞാൻ കുറേ ആയി, ഞാനത് പയ്യെ ആവണതേ ഉള്ളൂ. നമ്മളത് അക്സെപ്റ്റ് ചെയ്തത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും വിജയിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും പയ്യെ കാത്തിരുന്നാലേ വിജയിക്കുള്ളൂ. അപ്പം പേഷ്യൻസ് ആണ് വേണ്ടത്. 1-2 മാസമൊക്കെ ടൈമൊക്കെ കൊടുത്ത് വീണ്ടും കൊടുക്കണം. ചിലപ്പോൾ അത്രയിലും ആവില്ല, 3, 4, 5, 6, ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ ആയിരിക്കും പിടിക്കുന്നത്. അതുവരെ നമ്മൾ പിടിക്കണം, കാത്ത് പേഷ്യൻ്റ് ആയിട്ടിരിക്കണം. പിന്നെ കുറേ ആൾക്കാർ ക്വിറ്റ് ചെയ്ത് പോകും, അതൊന്നും വയ്യാന്ന് പറഞ്ഞു. അതായത് പിന്നെ നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, കിട്ടൂല. ആൾക്കാർ എപ്പോഴും വിജയിക്കാനുള്ളവർ എപ്പോഴും നിലനിന്ന് പോവേ ഉള്ളൂ. അത് എത്ര കളിയാക്കലായാലും എന്ത് കിട്ടിയാലും നമ്മൾ നിലനിൽക്കണം. അതാണ് എൻ്റെ വേറൊരു പോയിന്റ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വേറൊരു യൂട്യൂബറിനെ കണ്ടുപഠിക്കണം. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെ ഒബ്സർവ് ചെയ്യണം. നമ്മൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് തമ്പനയിൽ കൊടുക്കുന്നത്, അവരെങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളല്ല. അതിൽ കൂടെ നിങ്ങൾക്ക് കുറേ കിട്ടും. അതാണ് വേറൊരു മെയിനായിട്ടുള്ളൊരു പോയിന്റ്. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. ബി റിയൽ. നിങ്ങളായിട്ടിരുന്നാൽ എന്തായാലും ഒരു സമയമാകുമ്പം നിങ്ങൾക്ക് എന്തായാലും റീച്ച് കിട്ടാനും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ഫേക്കായിട്ട് അഭിനയിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങൾ ജനങ്ങളിൽ കാണിക്കുക. അത് നല്ല രീതിയിൽ തന്നെ എത്തും. പിന്നെ റിയലായിട്ട് സംസാരിക്കുക, കളത്തരമൊന്നുമില്ലാതെ റിയലായിട്ട് തന്നെ അങ്ങ് സംസാരിക്കുക. നല്ല രീതിയിൽ ഓഡിയൻസ് അപ്പോഴേ കണക്റ്റ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ വീഡിയോ നല്ല രീതിയിൽ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും കാത്തൊന്നും ഇരിക്കണ്ട, ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പെർഫെക്റ്റ് മൊമെൻ്റാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ എന്തായാലും യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പോയിന്റുകൾ. നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. മെയിൻ പോയിന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ ആദ്യം ഒരു ഫോണ്, പിന്നെ ഓഡിയോ, ലൈറ്റിംഗ്, എഡിറ്റിംഗ്, നിഷ്, കണ്ടൻറ് ഐഡിയ, കൺസിസ്റ്റൻസി, പേഷ്യൻസ്, ലേൺ ഫ്രം അതേഴ്സ്, ബി റിയൽ. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പോയിന്റുകൾ. അപ്പം നിങ്ങൾ യൂട്യൂബ് ഇപ്പോൾ തുടങ്ങാൻ താല്പര്യമുള്ളവരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പം അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.